ഇതൊക്കെ നേരത്തെയൊക്കെ പാർട്ടിയിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ്, മാധ്യമപ്രവർത്തകർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു നിജേഷ്. പക്ഷേ ഈ പറയുന്ന പോലെ വ്യക്തമായ തെളിവുകളില്ല, ഇപ്പോൾ തെളിവുകൾ വന്നു, അത്രയേ ഉള്ളൂ. വേണുഗോപാൽ, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് രണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്നു ഈ വിഷയത്തിൽ കോൺഗ്രസ് ഇപ്പോൾ രണ്ട് വള്ളത്തിലാണ് കാൽ വെച്ചിരിക്കുന്നത്. ഒന്ന് ധാർമ്മികതയുടെ വള്ളത്തിലും മറ്റൊന്ന് അധാർമികതയുടെ വള്ളത്തിലുമാണ്. ഇതിൻ്റെ കാരണം കോൺഗ്രസ്സിന് ഇപ്പോൾ MLA സ്ഥാനം എന്ന് പറയുന്നത് നിലനിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ട്. കാരണം പാലക്കാട് ഒരു ഇലക്ഷൻ ഉണ്ടാവാതിരിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്തു? ധാർമ്മികത കാണിക്കാനായിട്ട് പാർട്ടിയിലെ ചുമതലകൾ എല്ലാം ഒഴിപ്പിച്ചെടുത്തു. എന്നാൽ MLA സ്ഥാനം ജനങ്ങളുടെ മേൽ വരുന്ന ഒരു ഭാരമായതുകൊണ്ട് അത് അധാർമികമായി അവിടെ നിലനിർത്തുകയും ചെയ്തു. ഇത് 1995 ചാരക്കേസ് വന്നതുപോലെ തന്നെയുള്ളൊരു വിഷയമാണ്. അന്ന് 95 ചാരക്കേസാണെങ്കിൽ 2005 സദാചാര കേസാണെന്ന് മാത്രമേ ഉള്ള വ്യത്യാസമുള്ളൂ. അന്ന് ഇവർക്ക് ഈ ചാരക്കേസിൽ ഇതേപോലെ പത്രക്കാർ കൊണ്ടുവന്നതാണ് ആ വിഷയം. പക്ഷേ അത് കോൺഗ്രസ്സുകാർ ഏറ്റെടുത്തു. പിന്നീട് അത് വലിയ വിഷയമായി. ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ സദാചാര കേസിൽ ഇതേപോലെ തന്നെ പത്രക്കാരും കോൺഗ്രസ്സുകാരും എല്ലാം കൂടെ ചേർന്ന് വന്ന വിഷയമായിട്ട് പോലും നിങ്ങൾക്ക് പാർട്ടിയിലെ സ്ഥാനം രാജിവെച്ചാൽ മതി, MLA സ്ഥാനം രാജിവെക്കേണ്ട. അപ്പോൾ ഇതൊരു ഇരട്ടത്താപ്പാണ്. 95 മുഖ്യമന്ത്രി തന്നെ രാജിവെക്കണം, ഇവിടെ MLA പോലും രാജിവെക്കേണ്ട. അപ്പോൾ ഇത് ജനങ്ങൾ ഇത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് നിങ്ങൾക്കൊരു നോട്ടീസ് പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല. അത് നിങ്ങൾ ഈ കാണിക്കുന്നത് തീർച്ചയായിട്ടും ഇത് അധാർമികതയെ മൂടി വയ്ക്കാനുള്ള ഒരു ധാർമ്മികതയുടെ കളി മാത്രമാണ്. അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. ഇല്ലെങ്കിൽ ഇവിടുത്തെ ഇനി വരുന്ന ഇലക്ഷനുകളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വിപത്തായിട്ട് ഇത് ഇടതുപക്ഷവും BJPയും ഭംഗിയായി ഉപയോഗിക്കുകയും ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇനിയിപ്പോൾ നിങ്ങൾ പാലക്കാട്ടെ ഇലക്ഷനാണ് ഭയക്കുന്നതെങ്കിൽ ഇത് ആ തൊട്ടടുത്ത് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരുന്നു. അവിടെയെല്ലാം ഇതേ വിഷയം വരാൻ പോവാണ്. ശരിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പേടിക്കുന്നത് കൊണ്ട് തന്നെയല്ലേ? അതല്ലാതെ മറ്റൊരു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്ത് മാതൃക കാട്ടുമ്പോൾ ഈ പാലക്കാട്ടെ MLA സ്ഥാനത്തിലേക്ക് തൊടാതിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഒറ്റ കാരണം, അല്ലെങ്കിൽ ഇത് അല്ല, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അങ്ങനെ ചെയ്യുകയുള്ളൂ. ഇവിടെ ധാർമ്മികതയുടെ കാര്യത്തിൽ CPM-നേക്കാൾ മുന്നിൽ കോൺഗ്രസ് ആണ് എന്ന കാര്യം സംശയമില്ല. താങ്കൾ പറഞ്ഞു അധാർമികതയുടെ വള്ളത്തിൽ കൂടി കാലുണ്ട്. അത് പകുതി അധാർമികതയുടെ വള്ളത്തിലാണ്. അതുകൊണ്ടാണ് കുഴപ്പം. മുഴുവൻ ധാർമ്മികത വരണമെങ്കിൽ കരുണാകരന് CM സ്ഥാനം രാജിവെപ്പിക്കാമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് MLA സ്ഥാനമെങ്കിലും രാജിവെപ്പിക്കാൻ പറ്റണ്ടേ? അവിടെയാണ് അധാർമികത കിടക്കുന്നത്. ഇത് രണ്ടും ചാരക്കേസും സദാചാര കേസുമാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. വിഷയങ്ങൾ ഒരുപോലെയാണ്. താങ്കൾ നികേഷക്കപ്പട പറയുന്ന പോലെ തന്നെ ഇത് പത്രക്കാർ കൊണ്ടുവന്നതാണെങ്കിൽ കോൺഗ്രസ്സുകാരാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. കോൺഗ്രസിൽ ഏറ്റവും ടോപ്പ് ടു ബോട്ടം ഇത് തെറ്റാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇത് കഴിഞ്ഞ ആഴ്ചയാണ് ഇത് പുറത്തു വന്നതെങ്കിലും കോൺഗ്രസ് പാർട്ടിയിൽ ഇത് കുറച്ച് നാളായിട്ടൊക്കെ ഇത് പുകയുന്ന കാര്യം തന്നെയാണ്. ഇത് വെളിയിൽ നിന്ന് ആരും കൊണ്ടുവന്ന് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കോൺഗ്രസ് പാർട്ടിയിലുള്ളത് തന്നെയാണ്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് വ്യാജ ID കാർഡ് ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയി എന്നുള്ള കാര്യവും അത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് വെളിയിലേക്ക് വന്നത്. അവർ തന്നെയാണ് പരാതി ഉന്നയിച്ചത്. അതേ പ്രശ്നം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ആ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസിന് അതേ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല? രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ ഒരു പരിവേഷം കൊടുത്ത് ഇനി സ്വതന്ത്ര MLA ആയിട്ട് അദ്ദേഹം വരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ MLA തന്നെയാണ്. അല്ലെങ്കിൽ CPM-ലോ ഒറ്റ കാല് മാറണം, അല്ലെങ്കിൽ BJPയിൽ പോകണം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ജനങ്ങൾ തിരിച്ചറിയും. അത് കാല് മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ MLA ആയിട്ട് ജനങ്ങൾ കാണുകയുള്ളൂ. അത്രേ ഉള്ളൂ. ഒരു 6 മാസം മാറ്റി നിർത്തിയെന്ന് വെച്ച് അതുകൊണ്ട് ഒരിക്കലും മാറിയില്ല. അല്ലെങ്കിൽ അദ്ദേഹം വേറെ പാർട്ടി പോയാൽ ശരി, CPM-ലേക്ക് മാറി, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് മാറി, അല്ല BJPയിലേക്ക് മാറി, അങ്ങനെ വരികയാണെങ്കിൽ അവർ പറയും കാല് മാറിയ MLA, BJP MLA അല്ലെങ്കിൽ കോൺഗ്രസ് CPM MLA എന്ന് പറയും. ഇപ്പോൾ ഇത് വെറും ഒരു മൂടുപടം മാത്രമാണ്. ഇത് നീലക്കുറുക്കനായിട്ട് തന്നെ ജനങ്ങൾ തിരിച്ചറിയും. അതിന് യാതൊരു സംശയവും ഇല്ല. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരികയില്ല. ഇപ്പോൾ നിങ്ങൾ പാലക്കാട് ഇലക്ഷൻ ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് 1 മാസം കഴിയുമ്പോൾ പാർട്ടി ചെയ്യാൻ പറ്റുന്നതിൽ പരമാവധി കാര്യം